ഭഗവതി അമ്മേ ഭഗവതി അമ്മേ ഭഗവതി ഇവിടെ കണ്ണു കണ്ടുവിടണോ മേനെ എനിക്ക് ഇങ്ങോട്ട് വന്നിടിച്ചിട്ട് എനിക്ക് കണ്ണുകൊണ്ടിടുന്നോ? ചൈന പ്രദക്ഷിണം നടത്തിട്ട് എങ്ങനെയാ മേനെ കണ്ണു കാണുക? വെളിച്ചപ്പാടെ താൻ എന്ത് വെളിവുകേടായി പറയുന്നേ? നടന്നുകൊണ്ടാ ശയന പ്രദക്ഷിണം? നടന്നുകൊണ്ട് പോവാം. മേന്റെ നോട്ട് വന്നു മേനെ ഒരാൾ ഉരുണ്ട് വീണെന്ന് വിചാരിച്ചോ? ഉരുണ്ടിട്ടാണോ വീഴുന്നത് അല്ലെങ്കിൽ വീണിട്ടാണോ ഉരുളുന്നത്? വീണിട്ടാ ഉരുളുന്നത്. അതുപോലെ പ്രദക്ഷിണം വെച്ചിട്ട് ശയിച്ചാലും അത് ശയന പ്രദക്ഷിണാവും. മനസ്സിലായോ? ലംബോദരൻ നായർ നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. എന്നെ തെറിപ്പിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോ ചിലര് വേറെ ചിലടവുമായിട്ടാ ഇപ്പൊ നടക്കുന്നത്. കേട്ടോടോ ലംബോദരൻ നായരെ, ഇതൊന്നും എന്റെ അടുത്ത് ചെലവാവാൻ പോണില്ല. അടവുകളിൽ വിടവുകൾ ഇടുന്ന വടിവേലുമല്ല താൻ, പിന്നെ എങ്ങനെ ചെലവാകും? ഓ, എന്റെ മരുമകനാ അടുത്ത പ്രസിഡന്റ്. ആകാശത്തേക്കൊരു വലിയ കൊളാമ്പയും വെച്ചോണ്ട് ഈടെ വായും തുറന്നിരിക്കുന്ന കണ്ട അലവനാദികൾക്കൊന്നും എന്റെ വാളെ കൊടുക്കില്ല. അത് പറ്റില്ല. നല്ല റങ്കം പോലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോടോ, നമ്മുടെ പ്രതാപൻ. ചെറുപ്പത്തിന്റെ ഇത്തിരി ഉഴപ്പൊക്കെ ഉണ്ടെങ്കിലും ആള് മര്യാദക്കാരനാ, നല്ല കുടുംബസ്നേഹിയാ. അല്ലാതെ പാറ വെക്കാൻ നടക്കണ തന്തയുടെ മോനല്ല. ആ വിനി, കല്യാണം കഴിഞ്ഞാല് യതിയോടൊപ്പം അവർ അമേരിക്കക്ക് മറക്കും. എടുത്തോളൂ. ഇതൊന്നും ചിലർക്ക് പിടിക്കുന്നില്ല. നിങ്ങൾ വിളക്ക് അമ്പലത്തിലേക്ക് കൊണ്ടേക്കോളൂ. അച്ഛാ, ഇന്ന് ഗോപീഷിന്റെ ജന്മനാളാ. അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. നിന്റെ വിഷമം അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഗോപീഷ്ണന്റെ ആഗ്രഹം അതാണെന്നല്ലേ? എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് സുധയെ മറക്കാൻ പറ്റില്ല. എന്റെ കുന്നത്തൂരമ്മ എന്താ ചെയ്യുക? അഹങ്കാരത്തിനൊരു പരിധിയുണ്ട്, പക്ഷെ ഇതിത്തിരി കടന്നുപോയി. ക്ഷമയുടെ നെല്ലിപ്പലയെ കണ്ടവനാ ഞാൻ. കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ മോനായപ്പോയതുകൊണ്ട് ചോദിക്കുക, അയാൾ ആരുവാ? എന്റെ ഈ രോമത്തിന്റെ വിലയുണ്ട് ആ പുല്ലന്. അവൻ പറയുക അവന്റെ മോളെ ആ പ്രതാപന് കെട്ടിച്ചു കൊടുക്കാൻ പോവാന്ന്. എന്തിനാന്നറിയോ? എന്നെ തോൽപ്പിക്കാൻ. നേരാ മോനെ, ആ ബോംബെക്കാരന്റെ ബലത്തിലാവൻ കിടന്ന് ചാടുന്നേ. ഇല്ല അച്ഛാ, നന്ദിനിക്കുട്ടി അതിന് സമ്മതിക്കില്ല. സമ്മതിച്ചാലും വേണ്ട, അവള് പോട്ടെ. നമുക്കും ഇല്ലേ മോനെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ. നമ്മളത്ര മോശക്കാരല്ലെന്ന് അവന് കാണിച്ചു കൊടുക്കണം. അതിനെന്റെ മോൻ ഈ അച്ഛന്റെ കൂടെ നിൽക്കണം. എന്താ രാവണ്യാണ് എന്റെ ഉദ്ദേശം? അവന്റെ മോടെ കല്യാണത്തിന് മുമ്പ് എന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തും, അത്ര തന്നെ. അച്ഛൻ എന്താ ഈ പറയുന്നേ? അതേ മോനെ, അച്ഛന്റെ മോൻ സമ്മതിക്കില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായടാ കുട്ടിയെ. ഇനി അവള് ബോംബെക്കൊന്നും മടങ്ങി പോകണ്ട. അയ്യോ അച്ഛ, അത് നന്ദിനിക്കുട്ടിയേക്കാൾ നിനക്ക് ചേരുന്നത് ദീപയാണ്. നിങ്ങൾ രണ്ടാളും തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടപ്പോഴൊന്നും ഇതൊരു കല്യാണത്തിൽ എത്തിച്ചേരുമെന്ന് അച്ഛൻ കരുതിയില്ലേ മോനെ? നമ്മുടെ ഭാഗ്യ നീ കണ്ടെത്തിയ ദീപ. നന്ദിനിക്കുട്ടി, അച്ഛ, നന്ദിനിക്കുട്ടി, ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലെന്നാണ് പുതുമന തിരുമേനി പറഞ്ഞത്. തിരുമേനി ചേർത്ത ജാതകങ്ങളൊന്നും പിഴച്ചിട്ടില്ല. തെക്കേത്തൊടിയിലെ ബാലകൃഷ്ണന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാതെ കിടന്നവനാ. തിരുമേനി പൊരുത്തം നോക്കി പറഞ്ഞത് കൊണ്ട് മാത്രമാ അവന് ഭൂമംഗലത്തുനിന്ന് പെണ്ണ് കിട്ടിയത്. ഇന്നെന്താ അവസ്ഥ? കുന്നത്തൂരെ കിരീടമില്ലാത്ത രാജാവല്ലേ? ദൈവനിശ്ചയം ഇതാണെങ്കിൽ ഇതന്നെ അങ്ങ് നടക്കട്ടെ.
ഓ എവിടെച്ചാ? എനിക്ക് നന്ദിനിക്കുട്ടി ഒന്ന് കാണണം. വേണ്ട, ഇനി ആ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട. ഇല്ല, എനിക്ക് കാണണം. പിന്നെ ഇത്രയും നാൾ കണ്ടതും കേട്ടതൊക്കെ മതി. എന്താ മനസ്സിലായിരുന്നുണ്ടോ? അത് താനങ്ങ് തീരുമാനിച്ചാ മതി. തൽക്കാലം ഞാൻ തീരുമാനിച്ചാ മതി. പ്രതാപ, നന്ദിനിക്കുട്ടി ഒന്ന് കാണണമെന്നല്ലേ സുധി പറഞ്ഞുള്ളൂ. കണ്ടോട്ടെ. നീ എന്തിനാ കാണണേ? നിന്റെ തന്ത രാവുണ്ണിമേനൊന്നും പറഞ്ഞില്ലെന്നുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നന്ദിനിക്കുട്ടി എനിക്കുള്ളതാ. അത് സുധി മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പിന്നെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല, അത് നന്ദിനിക്കുട്ടി കൂടെ തീരുമാനിക്കേണ്ടല്ലേ സുധി. അവളെ വിളിക്ക്, അവള് പറയട്ടെ. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത്. നിന്റെ അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ. കാരണം അയാൾ ജന്മനാ ഒരു അത്യാഗ്രഹിയായി പോയി. കഷ്ടം. എനിക്കതല്ല, രാജശേഖര കൈമളുടെ മട്ടിലും പത്രാസിലും ഒക്കെ അയാള് ഭ്രമിച്ചു എന്നിരിക്കട്ടെ. എനിക്ക് മനസ്സിലാകാത്ത നന്ദിനിക്കുട്ടിയെ. എന്തോന്ന് മനസ്സിലാക്കാൻ? ഒരു ഭാഗത്ത് നന്ദിനിക്കുട്ടി, ഒരു ഭാഗത്ത് ദീപക്കുട്ടി, മറുഭാഗത്ത് മേരിക്കുട്ടി. ഇവനാര് ഗോപാലകൃഷ്ണനോ? പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ഈ പോക്ക് ശരിയല്ലെന്ന്. ഏതോ ഒരു ആട്ടക്കാരിയെ കണ്ടപ്പോ നീ ആ പാവം നന്ദിനിക്കുട്ടിയെ മറന്നു. നിങ്ങൾക്കാർക്കും എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോന്ന് അവസ്ഥ? ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ഉത്തമ, നീ നടക്ക. സുധി, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നീ പറ. നിങ്ങളൊക്കെ കരുതും പോലുള്ള ഒരു ബന്ധമല്ല ഞാനും ദീപിയും തമ്മിലുള്ളത്. നീ പറഞ്ഞ പോലെ എവിടുന്നോ വന്ന ഒരു ആട്ടക്കാരി അല്ല അവള്. എന്റെ ഗോപിയായിട്ട് സ്നേഹിച്ചിരുന്ന പെണ്ണ. ഗോപിയേട്ടന്റെ അപകട മരണം ദീപയെ മാനസികമായി തളർത്തി. ദീപ ഇന്നൊരു മാനസിക രോഗിയാണ്. മാനസിക രോഗി? അവൾ ഈ കാണിക്കുന്നതൊക്കെ രോഗത്തിന്റെ ലക്ഷണങ്ങളാ. രോഗത്തിന്റെ ലക്ഷണങ്ങളോ? ഞാനത് വിശ്വസിക്കുന്നില്ല. ആ കുട്ടി യാതൊരു അസുഖവും. സത്യമാണ് ദീപയെ, എന്റെ മോളെ, അവളുടെ ഒരാഗ്രഹത്തിനും എതിരെ നിൽക്കാതെ സ്നേഹവും സന്തോഷവും നൽകിയ അവളെ ഞാൻ വളർത്തിയത്. ഞങ്ങളുടെ ആ ചെറിയ ലോകത്തിലേക്ക് അതിഥിയായി കടന്നു വന്ന ഗോപികൃഷ്ണൻ ഞങ്ങളുടെ എല്ലാമായി തീർന്നു. तेरी प्यारी प्यारी सूरत को किसी की नजर ना लगे चश्मे बद्दू मुखड़े को छुपा लो आंचल में कहीं मेरी नजर ना लगे चश्मे बद्दू तेरी प्यारी प्यारी सूरत को किसी की नजर ना लगे चश्मे बद्दू मुखड़े को छुपा लो आंचल में कहीं मेरी नजर ना लगे चश्मे बद्दू चश्मे बद्दू चश्मे बद्दू जिसको तुम ढूंढा है फर्स्ट क्लास है, गाना बहुत अच्छा है.